നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ പുതിയ മോഡലായ Y20A 2021 എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20i, അതുപോലെ Y20, Y20G അങ്ങനെ കുറേ ഫോണുകളിലൊക്കെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ, അതായത് 2021 ഇറങ്ങിയ Y20Aയുടെ അൺബോക്സിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ചെയ്യുന്നത്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20iയുമായിട്ടൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു മോഡൽ തന്നെയാണ് Y20A എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു Y20A എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത്തരത്തിൽ 3GB RAM 64GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള Y20 സീരീസിലൊക്കെ കണ്ടിട്ടുള്ള സെയിം ഒരു ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡിലും ഇതുപോലെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് ഉണ്ട്. അതുപോലെ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. AI ട്രിപ്പിൾ മാക്രോ ക്യാമറയാണ് ഈ ഫോണിനകത്ത് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഫോണിനകത്ത് വരുന്നത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ IM നമ്പർ കാര്യങ്ങൾ, പിന്നെ ഈ ഫോണിൻ്റെ കളറ്, പിന്നെ സാർ വാല്യൂ, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം വിവോയുടെ എല്ലാ ഫോണുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന, ഇന്ത്യയിലെ സ്റ്റാഫുകളെ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അതിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ മുകൾ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് പൊട്ടിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഫോണിൻ്റെ ഡിസൈന്, അതുപോലെ ഈ ഫോണിൻ്റെ ബോക്സിന് കൂടെ എന്തൊക്കെ ആക്സസറീസ് കിട്ടുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിവോയുടെ ഫോണുകളൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു ബോക്സ് ഇതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചെറിയ ബോക്സിനകത്തായിരിക്കും ഇതിനകത്ത് വരുന്ന ആ ഒരു ബാക്ക് കേസും അതുപോലെ വാറൻറ്റി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം പല ബ്രാൻഡുകളും ഇപ്പോൾ ബാക്ക് കേസ് പോയിട്ട് ചാർജർ പോലും കൊടുക്കാത്തൊരു സാഹചര്യമാണ്. എന്നാലും ഈ ഒരു കമ്പനി വിവോ ഇപ്പോഴും അവർ ചെറിയൊരു മോഡൽ മുതൽ എല്ലാ ഫോണുകൾക്കും ഇത്തരത്തിലുള്ള ബാക്ക് കേസൊക്കെ നമുക്ക് തരുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കേസാണ്, നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കേസാണ്. അതുപോലെ ക്യാമറയുടെ ഭാഗങ്ങളൊന്നും സ്ക്രാച്ച് ആവാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിയാൽ നമ്മൾ വേറൊരു ആക്സറീസ് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യം ഇല്ല എന്ന് തോന്നും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വാറൻറ്റി പേപ്പേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. യൂസർ മാനുവൽ, പിന്നെ IM നമ്പറിലെ സ്റ്റിക്കർ, അത് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ വിവോ Y20A എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിനടുത്തുള്ളത് ഈ ഫോണിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലൂ കളറും ബ്ലാക്ക് കളറൊക്കെ നമ്മൾ ഓൾറെഡി അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ വൈറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. Type C അല്ല, മൈക്രോ USB ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് അഡാപ്റ്റർ കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ ബോക്സിൽ തന്നെ എഴുതിയിട്ടുള്ള പോലെ ഒരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാർജിങ് കേബിളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ 5000 mAh ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു ഫോണിനകത്ത് റിവേഴ്സ് ചാർജിങ് എന്നൊരു ടെക്നോളജി കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ വല്ല ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യാനും ഈ ഒരു ഫോൺ വഴി സാധിക്കും. ഇപ്പോൾ 5000 mAh ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനും നല്ല രീതിയിൽ വർക്കിംഗ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് അതായത് ഒരു 6-7 മാസം മുൻപ് ഈ ഒരു ഫോൺ Y20 എന്ന മോഡലിൻ്റെ അൺബോക്സിങ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രീമിയം ഫോണൊക്കെ ലുക്ക് തോന്നിക്കുന്ന ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് 11,000 രൂപയ്ക്ക് ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന ഒരു ഫോണിൻ്റെ ഡിസൈനല്ല ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു അപാകതയൊന്നും ഇല്ലാതെ, അതുപോലെ ക്യാമറ പൊസിഷനൊക്കെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നല്ലൊരു അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും 13 MP ട്രിപ്പിൾ റിയർ ക്യാമറ, അത്തരം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 3 ക്യാമറകളും നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്, നല്ലൊരു ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു Y20A എന്ന് പറയുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ ഈ ഒരു ഫോൺ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ വളരെയേറെ ഇമ്പ്രസ്ഡ് ആവുന്ന ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് തന്നെയാണ്. നല്ലൊരു ക്ലിയർ ആണ്. ഈ ഒരു ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു ഗ്ലാസ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് അൺലോക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇത്തരത്തിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും വരുന്നുണ്ട്. പിന്നെ ഒരു ബൾക്കി ആയിട്ടുള്ള ഫോണൊന്നുമല്ല, അത്യാവശ്യം സ്ലിമ്മായി തന്നെ ഫോൺ തന്നെയാണ്. ഇനി ഫോണിൻ്റെ താഴെ നോക്കിയാൽ ഇത്തരത്തിൽ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യം. ഡിസൈൻ വൈസ് നമുക്ക് 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോ Y20A എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓണാക്കി നോക്കാം. ഓണാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ
ഈ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ വീഡിയോകൾ കാണുന്നതിൽ 95% ആളുകളും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ, റിവ്യൂകൾ, അതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ, ഫുൾ ടെക് അപ്ഡേറ്റ് ആയിട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഫോൺ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ ഓണാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു Vivo Y20A എന്ന് പറഞ്ഞ ഫോൺ ഓൺ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 സീരീസിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6.55 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓണാക്കുമ്പോൾ ഇത്തരത്തിൽ കുറേ നല്ല കളർഫുൾ ആയിട്ടുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ള ഒരു ഭാഗത്ത് വെച്ച് ചെയ്യുന്നതാണ്. എന്നിട്ട് നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കിയാലും അരികുകളൊക്കെ വളരെ ബെസ്റ്റ്ലെസ് ആയിട്ട് ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എൻ്റെ ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ സെൻറ്റർ ഭാഗത്ത് മുകളിലായിട്ട് ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ ഒരു പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ളൊരു സ്ക്രീൻ സ്റ്റിക്കറും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി നമുക്ക് മറ്റ് ചെറിയ ചെറിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഈ ഒരു ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫൺ ടച്ച് OS 11 പ്രവർത്തിക്കുന്ന മൊബൈലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഐക്കണുകളൊക്കെ വളരെ വലുതായിട്ട് ഒരു പുതിയ ഒരു ലുക്കിൽ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെയും ഐക്കണുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ തൊട്ട് മുൻപ് ഇറങ്ങിയ Y20 അതുപോലെ Y20G ഫോണുകളുടെ അൺബോക്സിങ് സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്ലിക്കേഷനൊന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് എന്നാലും മോജി, ഫോൺ പേ പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഒന്നും ഈ ഫോണിനകത്ത് വരില്ല എന്നും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ ഈ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പിന്നെ അബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് ബാക്കി സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഐക്കണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതൊരു ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് അബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ മോഡൽ നെയിമും അതുപോലെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, പ്രൊസസ്സർ ഏതാണ്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ സെറ്റിംഗ്സിനകത്ത് അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് മോഡൽ നെയിം Vivo Y20A 2021 എന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് RAM 3GB RAM അതുപോലെ 64GB ആണ് ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1.95 GHz സ്നാപ്ഡ്രാഗൺ 439 ഒക്ടാ കോർ പ്രോസറാണ് ഈ ഫോണിനകത്ത് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് Vivo Y2021 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഈ ഒരു പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ വന്നിട്ട് ഒരു ലാഗിൻ്റെ കാര്യങ്ങളും ഉണ്ടാവില്ല. ഓൾറെഡി ആൻഡ്രോയിഡ് 11 തന്നെ പ്രവർത്തിക്കുന്ന മൊബൈലാണ്. അതിൻ്റെ കൂടെ തന്നെ വിവോയുടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടുള്ള ഫൺ ടച്ച് OS 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഒരു സെറ്റിംഗ്സിനകത്ത് കൊടുത്തുള്ളത്. പിന്നെ ഈ സ്നാപ്ഡ്രാഗൺ 439 എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ്. ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സർ തന്നെയാണ്. പിന്നെ അതുപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു സെക്യൂരിറ്റി കൂടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു 2, 3, 4 വർഷം നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൊബൈലല്ല. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറയിൽ എടുത്ത ഒരു ഫോട്ടോ ആണ്. ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ തന്നെയാണ്. നമ്മൾ സൂം ചെയ്താലൊന്നും ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. ഞാനിപ്പോൾ ഇത്തരത്തിലൊരു ഫോട്ടോ എടുക്കാൻ കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോഴായാലും നമ്മളവർ എഴുതി നോട്ടുകളും കാര്യങ്ങളൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുത്തുകൾക്കും അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഫോക്കസിങ് ആയിട്ട് കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് Vivo Y2021 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഇറക്കിയ മൊബൈലല്ല. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് Vivo Y20A 2021 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് നമുക്ക് 3 ക്യാമറകളാണ് വരുന്നത്. അതിലൊന്ന് ബൊക്കെ ക്യാമറയും അതുപോലെ മാക്രോ ക്യാമറയാണ് വരുന്നത്. ഈ ബൊക്കെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതായത് ഒരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ബൊക്കെ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാക്രോ ക്യാമറയാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് മാക്രോ ക്യാമറ കൊടുത്തുള്ളത്. പിന്നെ അതുകൂടാതെ പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, പിന്നെ മോർ സെറ്റിംഗ്സിനകത്ത് ഇത്തരത്തിൽ ലൈവ് ഫോട്ടോ, ടൈം ലാപ്സ്, ഡോക്യുമെൻറ്റ് മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചറുകളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലൈവ് ഫോട്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ തൊട്ട് മുൻപ് വീഡിയോയിലകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്.
ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ് ഈ ഫോണിനകത്ത് വരുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലൈവായിട്ടൊരു ഫോട്ടോ ആണ്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സെൽഫി ക്യാമറയ്ക്കകത്ത് തന്നെ ബ്യൂട്ടി മോഡും പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു സെൽഫി ക്യാമറ നമുക്ക് ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സെൽഫി ക്യാമറ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. അതുപോലെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് 1080p ഫുൾ റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ള കാര്യങ്ങൾ. അതായത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ചാർജ് നിൽക്കും. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ലൊരു പ്രൊസസ്സർ വരുന്നുണ്ട്, നല്ല ഡിസൈൻ വരുന്നുണ്ട്, വളരെ വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മൊബൈൽ തന്നെയാണ് Vivo Y20A 2021 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്.